തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിർണായകമാകുന്ന രണ്ട് സ്വതന്ത്രരാണ്. അതിൽ ഒരാളെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒരു അടുത്ത ആൾ പിടികിട്ടാത്തൊരു ആളായിരുന്നു സുധീഷ് കുമാർ. പൗണ്ട് കടവിൽ നിന്നും വിജയിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഇപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങൊക്കെ പൂർത്തിയായി? ഇനി എന്താണ് അടുത്ത ഒരു തീരുമാനങ്ങൾ? അല്ല അടുത്ത എങ്ങനെയാണ് ഇനിയൊരു അടുത്തൊരു മൂവ്? അതായത് ഇപ്പോൾ ഈ സത്യപ്രതിജ്ഞ കഴിയുന്നതിന് മുന്നേ തന്നെ ഞങ്ങളുടെ ഒരു തീരുമാനം ഞങ്ങൾ എടുത്തു കഴിഞ്ഞു. കാരണം ഞങ്ങൾക്കൊരു കമ്മിറ്റിയുണ്ട്. അതിൽ ആ കോർ കമ്മിറ്റിയായിട്ടാണ് കൂടിയിരിക്കുന്നത്. ആ കോർ കമ്മിറ്റിക്കകത്ത് നമ്മൾ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയ നിലപാട് ഈ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളൊരു പ്രധാന കക്ഷികളാവേണ്ട ഒരു സാധ്യത വന്നിട്ടുണ്ട്. അപ്പോൾ നിലവിൽ എല്ലാ പേരും ആശയം ഉന്നയിച്ചിരിക്കുന്നത് പറയുന്നത് വികസനമാണ്. അപ്പോൾ എൻ്റെ വാർഡിന് വികസനം ആവശ്യമാണ്. വികസന കാഴ്ചപ്പാടോടുകൂടി വികസന ആശയങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കും. അത് എൻ്റെ നാടിന് ഗുണമാകുമോ ഇല്ലേ എന്നുള്ളത് തുടർന്ന് കാണാം. അത് കഴിഞ്ഞിട്ടായിരിക്കും രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നത്. ഇപ്പോൾ സ്വതന്ത്ര നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കാൻ താല്പര്യപ്പെട്ടിരിക്കുന്നത്. അറിയിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ സ്വതന്ത്രമായി നിൽക്കുക, സ്വതന്ത്ര ചിന്താഗതിയോടുകൂടി പ്രവർത്തിക്കുക, കൗൺസിലറിനെ കൊണ്ട് ഇപ്പം നിലവിൽ എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്നത് ആ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ കക്ഷിക്കും എടുത്തു പറയാം, ഒരു രാഷ്ട്രീയ കക്ഷിക്കും പിന്തുണ കൊടുക്കണ്ട എന്നുള്ളൊരു നിലപാട് കർശനമായി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ ആശയത്തോട് യോജിച്ച് ഞാനും പ്രവർത്തിക്കും. ആരെങ്കിലും കൈപിടിക്കാനായിട്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും സമീപനം നടത്തിയിരുന്നോ? സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ കക്ഷികളൊക്കെ എന്നോടൊപ്പം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറഞ്ഞത് ഈ നിലപാട് തന്നെയാണ്. അപ്പോൾ ഞങ്ങളിൽ ഒരിടത്തിരിക്കുന്ന തീരുമാനമുണ്ട്. ആ തീരുമാനത്തിനോട് അതിന് വിവേചനപരമായിട്ട് വേറെ രീതിയിൽ ചിന്തിക്കുക എന്നുള്ളതാണ്. അത് ജനങ്ങളുടെ ഒരു തീരുമാനം കൂടിയാണ്. കാര്യം എന്നോടൊപ്പം വർക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ആൾക്കാരാണ്. അത് കക്ഷി രാഷ്ട്രീയ സാമുദായിക സംഘടനകളുടെ ഒരു പ്രവർത്തനമാണ്. അപ്പോൾ എല്ലാവരുടെയും തീരുമാനപ്രകാരം മാത്രമേ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരുപാട് ആൾക്കാർ സമീപിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ അടുത്തും ഒറ്റ മറുപടിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിഷ്പക്ഷമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതായിരിക്കും തുടർന്ന് പോകുന്നത്. പിന്നെ വരും കാലഘട്ടത്തിൽ എങ്ങനെയാണോ ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വികസനങ്ങൾ പല രീതിയിൽ എന്നൊക്കെ പറഞ്ഞാണ് വന്നിരിക്കുന്നത്. വികസനങ്ങൾ വരട്ടെ, പക്ഷേ എല്ലാം ഏകപക്ഷീയമായി ചെയ്തു പോകാമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നിലപാടും അതുപോലെ ആയിരിക്കും. ഏകപക്ഷീയമായിട്ട് നമുക്കും ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ഇല്ല എങ്കിൽ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത് പോകുന്ന ഒരു തീരുമാനങ്ങളൊക്കെ ആണെങ്കിൽ ഒപ്പം ഉണ്ടാവും എന്നുള്ളതാണ് ആരായിരുന്നാലും. വാർഡിലെ ജനങ്ങൾക്ക് വേണ്ടി ആദ്യമായിട്ട് ചെയ്യാൻ എന്തെങ്കിലും കാര്യമുണ്ടോ? എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ? അങ്ങനെ ആദ്യമായിട്ടെന്ന് പറയുന്നത് ഇപ്പം നമ്മളൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വലിയ എൻ്റെ പ്രകടന പത്രിക നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. അതിനകത്ത് ഞങ്ങൾ എല്ലാ ജനങ്ങളുടെയും അഭിപ്രായങ്ങളും പല നേതൃത്വത്തിൻ്റെയൊക്കെ അഭിപ്രായത്തോടുകൂടി ഒരു പ്രകടന പത്രിക തയ്യാറാക്കിയിരിക്കും. അപ്പോൾ അതിലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഫസ്റ്റ് ടൈമിൽ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ആ നാടിന് ആവശ്യമായ കാര്യങ്ങൾ. എന്നിരുന്നാലും ബേസിക്കലി ഒരു കൗൺസിലർ എന്ന രീതിയിൽ എനിക്ക് ആ കാര്യങ്ങൾ മുൻപന്തിയിൽ വെക്കാൻ പറ്റത്തുള്ളൂ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ബേസിക്കലി ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. അത് വെളിച്ചം, വെള്ളം, റോഡ് ഇതെല്ലാം തകർന്നൊരവസ്ഥയിലാണ്. അത് എന്തുകൊണ്ടാണ് അത് മുടങ്ങിയതെന്നുള്ളത് എനിക്കറിയില്ല. അത് അന്വേഷിച്ചിട്ടായിരിക്കും ഞാൻ യഥാർത്ഥത്തിൽ അതിനോട് ഇറങ്ങുന്നത്. കാര്യം നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് വീണ്ടും അതുപോലുള്ള പ്രശ്നങ്ങളായിരിക്കുമല്ലോ വരാനുള്ളത്. അപ്പോൾ ആദ്യം മുടങ്ങിക്കിടക്കുന്നത് എന്തെന്ന് എനിക്ക് മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ട് ഈ ബേസിക്കലിയുള്ള കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ആദ്യമേ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കും ബാക്കി കാര്യങ്ങളോട്. കാര്യം വീട് ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് വാസയോഗ്യമില്ലാത്ത വീടുകൾ ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ വെള്ളം വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോസ്റ്റൽ ഏരിയ ഉണ്ട്, അല്ലാത്ത ഏരിയ ഉണ്ട്. ഈ രണ്ട് ഡിവിഷനിലായിട്ട് കിടക്കുമ്പോഴത്തേക്കും അവിടെ വെള്ളം കയറുന്ന ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ദ്വീപിനകത്ത് കിടക്കുന്നത് പോലെയാണ്. ഈ പറഞ്ഞ എൻ്റെ വീട്ടിൽ ഉൾപ്പെടെ വെള്ളം കയറുന്നൊരവസരം പണ്ട് കാലം ഞങ്ങളത്തെ ഒരു സംഭവം ഇല്ലാത്തതാണ്. പക്ഷേ ഇപ്പോൾ അത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരം കാണാം. ദീർഘകാലമായി നിൽക്കുന്ന വികസനമാണ് എൻ്റെ മനസ്സിലുള്ളത്. ഒരു 5 വർഷം കൊണ്ട് നടത്തി പോകുന്നതല്ല ഞാൻ ചെയ്യുന്നത്. അത് കംപ്ലീറ്റ് ആയില്ലെങ്കിൽ പോലും അടുത്ത് വരുന്ന ഒരു കൗൺസിലർ അത് പ്രാവർത്തികമാക്കിയാൽ ആ ജനങ്ങൾക്ക് ഉപകാരമാകണം. അത് ഒരു കൗൺസിലർ എന്നുള്ള രീതിയിൽ എനിക്ക് ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട്. അത് കൃത്യമായിട്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ഫസ്റ്റ് ടൈമിൽ. നിലവിൽ ഏതായാലും സ്വതന്ത്രനായി നിൽക്കാൻ തന്നെയാണ് തീരുമാനം. അതെ, ഉറച്ച തീരുമാനമാണ്. സ്വതന്ത്രമായി നിൽക്കുക, സ്വതന്ത്ര കാഴ്ചപ്പാടോട് ചിന്തിച്ച് കഴിഞ്ഞാൽ മാത്രമേ എൻ്റെ നാട്ടിൽ വികസനം വരൂ എന്നുള്ളൊരു ആശയമാണ് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ളത്. ആ ആശയമാണ് ഞങ്ങളിപ്പോൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ ഞാൻ ഒന്നും കൂടെ പറയാം, നേരത്തെ പറഞ്ഞതുപോലെ വികസനം ഏത് രീതിയിൽ വരുമെന്ന് ഞങ്ങൾക്കറിയില്ല. കണ്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഓരോ ആൾക്കാരും ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സമീപിക്കുന്ന പല രീതിയിലും പല ആശയങ്ങൾ പറഞ്ഞാണ് ചെയ്യുന്നത്. ഇതൊന്നും ജെന്യൂൻ ആണോ എന്ന് നമുക്കറിയാനാണെങ്കിൽ കാത്തിരുന്ന് തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. അതായിരിക്കും ഞങ്ങളുടെ അവസാനത്തെ തീരുമാനം. തീർച്ചയായിട്ടും സ്വതന്ത്രനായി നിന്നുകൊണ്ട് തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, അവരുടെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന് തന്നെയാണ് സുധീഷ് കുമാറിൻ്റെ ആശയം. ക്യാമറാമാൻ സനിൽകുമാറിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.
നന്ദി